Hello, guys. Welcome back to my YouTube channel. This is day 2 of Ramadan. Ramadan day 2 വ്ളോഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആക്ച്വലി ഡേ 1 മുതൽ ഇതൊരു സീരീസ് ആയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതായത് ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ നോമ്പും ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമായിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ ആവില്ല. ബിക്കോസ് ഞങ്ങളെ കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് നോമ്പാണ് ഒരുമിച്ച്. അപ്പോൾ ഒബ്വിയസ്ലി കുറേ നോമ്പ് തുറയും കാര്യങ്ങളും ഫാമിലിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ക്യാമറയിൽ വരാനും കാര്യങ്ങളും ഒന്നും അത്ര അക്സെപ്റ്റബിൾ ആവില്ല. നമ്മളെല്ലാവരുടെയും പ്രൈവസീനെ മാനിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സീരീസ് ആയിട്ട് ഇത് ഏറ്റെടുത്താലും കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ട്രാവലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ ഇന്നലെ ആക്ച്വലി നമുക്ക് ഡേ 1 ഓഫ് റംദാൻ നോമ്പായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആക്ച്വലി നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, കണ്ണൂർ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് സഡൻ ക്യാൻസലായി. അപ്പം ഞാൻ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് എൻ്റെ പേരൻസിനെ നമ്മൾ ഫ്ലാറ്റിലേക്ക് വിളിച്ചു. നമ്മൾ നോമ്പൊക്കെ തുറന്നു, അവർ തിരിച്ചു പോയി. അപ്പം ഇന്നലെ ഫസ്റ്റ് നോമ്പ് പ്ലസ് എൻ്റെ പൊന്ന് ഗൈസ്, ഈ ഫ്ലാറ്റിൽ ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ ആയിട്ടുള്ള ചൂടാണ്. എനിക്ക് രക്ഷയില്ല. ഞാൻ അടുക്കളയിൽ കയറിയാൽ ഓടുവാണ്, അത്രയ്ക്കും ചൂടാണ് ഇവിടെ. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എനിക്ക് ഇന്നലെ ആകെ കിളി പോയിരിക്കുകയായിരുന്നു. നോമ്പ് തുറന്നപ്പോൾ ഞാൻ ആക്ച്വലി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പണിയും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ആൾ കൂടുമ്പോൾ കുറേ പണി ഉണ്ടാവുമല്ലോ. അപ്പം ഉള്ളതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ എടുക്കാനുള്ള മൈൻഡേ എനിക്ക് പോയില്ല ആക്ച്വലി. അപ്പം ഇന്ന് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള നോമ്പാണ്. കാരണം അപ്പം നമ്മൾ ഇന്നലെ ക്യാൻസൽ ചെയ്ത നോമ്പിൻ്റെ പരിപാടി, നാട്ടിൽ പോകുന്ന പരിപാടി നമ്മൾ ഇന്നത്തേക്കാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂർ പോവാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് കാറിനാണ് പോകണം. നമ്മൾ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നോമ്പ് തുറന്ന ഉടനെ പോകാം എന്നുള്ളത്. അപ്പോൾ ഡിന്നർ പ്രിപ്പറേഷൻ ഇല്ല ഇന്നത്തേക്ക്, അതുകൊണ്ട് തന്നെ ഹെവി പണിയില്ല. പിന്നെ സ്നാക്സും ഇന്ന് പ്രിപ്പയർ ചെയ്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിക്കനോ ബീഫോ എന്തെങ്കിലും മേടിച്ച് സ്നാക്സ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇനി 3-4 ദിവസത്തേക്ക് ഇവിടെ ഇല്ല. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് അതൊക്കെ വെറുതെ വേസ്റ്റായി പോവും. ചിക്കനൊക്കെ മേടിച്ച് എന്തായാലും ഞങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് എന്താ 1/4 കിലോ ചിക്കനായിട്ട് കിട്ടൂലല്ലോ. അപ്പോൾ അത് മേടിച്ചാൽ പിന്നെ അധികം വേസ്റ്റായി പോവും. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇന്നപ്പോൾ പുറത്തുനിന്നാക്കാം നമ്മളെ നോമ്പ് തുറ എന്നുള്ളത്. പുറത്ത് പോയിട്ട് നമുക്ക് നോമ്പ് തുറക്കാം. അല്ലെങ്കിൽ പുറത്തുനിന്ന് സ്നാക്സ് ഇപ്പം ആണെങ്കിൽ മുട്ടിന് എവിടെ നോക്കിയാലും കുറേ കുഞ്ഞു സ്നാക്സിൻ്റെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ ഇരിക്കുക, കുറച്ച് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാം, അങ്ങനെ ചെയ്യാം. സോ അതാണ് നമ്മളെ പ്ലാൻ. സോ കുറച്ച് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉപ്പ ആക്ച്വലി എറണാകുളത്ത് വന്നിട്ടുണ്ട് എന്തോ ഒരു ആവശ്യത്തിന്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ ഇവിടെ വന്ന് നോമ്പ് തുറക്കുന്ന രീതിയിലാക്കി. ഉപ്പ മാത്രം, വേറെ ആരുമില്ല, നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം. അത് ഞങ്ങളും പോവും, ഉപ്പാനും തിരിച്ച് വീട്ടിലേക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു സമൂസ, കട്ട്ലറ്റ് അങ്ങനെ ഒന്നും ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഇല്ല. അതൊക്കെ ഉണ്ടാക്കിയാലും വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ നമ്മളൊരു പ്ലാനിങ്ങിനനുസരിച്ച് മേടിക്കാം എന്ന് വിചാരിച്ചു. ഞാനിപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് മുട്ട ബജിയാണ്. മുട്ട ബജി എന്ന് പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി ടൈപ്പ് മുട്ട ബജിയാണ്. അകത്ത് ഫില്ലിങ് വെച്ചിട്ടുള്ളൊരു മുട്ട ബജി. അപ്പോൾ അതും നിങ്ങളെ കാണിക്കാതെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജ്യൂസായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പുറത്തുനിന്ന് എനിക്കിഷ്ടമല്ല, ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ കുടിക്കണ എനിക്കിഷ്ടമുള്ളൊരു ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ്. ക്യാരറ്റ് വേവിച്ചിട്ടൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ഞാൻ വിചാരിച്ചു അത് നിങ്ങളെ കാണിച്ചു തരാം. വേറൊന്നും ഇന്ന് അധികം കുക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മൾ നാട്ടിൽ പോകുന്നതായിരിക്കും. നാട്ടിൽ പോകുന്ന വഴിക്കായിരിക്കും നമ്മൾ ഡിന്നർ കഴിക്കുക ഉണ്ടാവുക, പുറത്തുനിന്നായിരിക്കും. അപ്പോൾ സ്നാക്സ് കുറച്ച് മേടിച്ചുകൊണ്ട് വരും. ഫ്രൂട്ട്സ് ആയിട്ട് ഇവിടെ കുറച്ച് ഐറ്റംസ് ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നലത്തെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് പോകുന്നതുകൊണ്ട് നമ്മളൊന്നും വേറെ എക്സ്ട്രാ മേടിക്കുന്നില്ല, വേസ്റ്റ് ആവുന്നതുകൊണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. മുന്തിരി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചത് നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ഉള്ളതുണ്ട്. പിന്നെ മുട്ട ഞാൻ പുഴുങ്ങി, ഇതെന്താണെന്ന് അറിയൂല, മുട്ട ഇങ്ങനെ വന്നു. സോ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ബജിക്കുള്ളതാണ് മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ ക്യാരറ്റ് ഇനി വേവിക്കാനിടണം. ഞാൻ എങ്ങനെയാണ് ക്യാരറ്റ് വേവിക്കാനിടുന്നത്, ചുമ്മാ നമ്മൾ വെള്ളം ഒഴിച്ച് അങ്ങനെ വേവിക്കുമല്ല ക്യാരറ്റ്. എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
അപ്പോൾ എങ്ങനെയാണ് എൻ്റെ സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കണേന്നുള്ളത് നോക്കാം. ഇന്നിവിടെ 3 ആളാണുള്ളത്. അപ്പം നിങ്ങളെ ഒരളവിന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആളെണ്ണം അനുസരിച്ചിട്ട് ജ്യൂസ് ആക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം എടുക്കുന്നുണ്ട്. ബിക്കോസ് ഇതെല്ലാം ഇതുണ്ടോ കുഞ്ഞ് സൈസാണ്. നിങ്ങളെ വീട്ടിലെ ക്യാരറ്റിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്കിത് മാറ്റാം. പക്ഷെ ഇതെല്ലാം ഇതൊക്കെ ചോട്ട സൈസസ് ക്യാരറ്റ്. അപ്പോൾ എന്തായാലും ഇത്ര എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ക്യാരറ്റ്സ് എടുത്തിട്ട് ആദ്യം പീൽ ചെയ്യുക. ക്യാരറ്റിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് പീൽ ചെയ്ത് പീലർ എടുക്കട്ടെ. പീലർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിന് മുന്നേ നോമ്പ് തുറന്നാലുടൻ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഉണ്ടെന്ന് തിന്നാൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദാഹിച്ച് എല്ലാവരും ഒരു വഴിക്കാവാറുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു വെള്ളം കുറച്ച് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവ് വെള്ളത്തിനാണ്. വെള്ളം തീരാണ് വഴി അറിയുന്നില്ല. അപ്പോൾ കുറച്ച് ഐസും ഉണ്ട് ഫ്രീസറിൽ. നമുക്ക് തൽക്കാലം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാം. നമ്മൾ ക്യാരറ്റ് പീല. എനിക്ക് ചിലവർ കത്തിയും കൊണ്ട് ഇതാക്കൂലേ, അതിനേക്കാളൊക്കെ എനിക്ക് ഈസി എപ്പോഴും പീലറാണ്. പീലറിലാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ പണി കഴിയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണെന്ന് തോന്നണു. എനിക്ക് പീലറാണ് കംഫർട്ടബിൾ, ചിലവർക്ക് കത്തിയാണ് കംഫർട്ടബിൾ. എനിക്ക് അരിയാനാണെങ്കിൽ പോലും കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അരിയാൻ പറ്റുള്ളൂ. ഫുൾ സാധന സാമഗ്രികൾ വേണം. ചിലവരിങ്ങനെ കയ്യിലൊക്കെ വെച്ച് അരിയില്ലേ, എനിക്കത് ഭയങ്കര പേടിയാണ്. കൈ മുറിയോ, കട്ടിംഗ് ബോർഡിൽ അരിഞ്ഞാലും മുറിയും. ഇപ്പോഴേ ചൂടെടുക്കാൻ തുടങ്ങി. ഇവിടെ അടുക്കളയിൽ കയറിയ അപ്പം എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങും. ഞാൻ നോർമലി ഒരു തണുത്ത പേഴ്സണാണ്, എന്ന് വെച്ചാൽ കൂൾ പേഴ്സൺ അങ്ങനെയല്ല. എനിക്ക് നോർമലി തണുപ്പാണ് എൻ്റെ ബോഡി ടെമ്പറേച്ചർ. എനിക്കങ്ങനെ പെട്ടെന്ന് ചൂടെടുക്കില്ല. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. വെറുതെ ഇരുന്നാലും ചൂടെടുക്കണ ഒരാളാണ്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചൂടെടുക്കൂല. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇവിടുത്തെ ചൂടും കൊണ്ടാണോ എൻ്റെ ബോഡി ടെമ്പറേച്ചർ മാറിയതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫാൻ ഇല്ലാണ്ടൊക്കെ ഇരിക്കും, എനിക്ക് വലിയ കുഴപ്പമില്ല. ചിലർക്കൊക്കെ അത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ ഫാനില്ലാണ്ട് ഉറങ്ങും. എനിക്ക് അങ്ങനത്തെ സീനൊന്നുമില്ല. എ സി ഒക്കെ എനിക്ക് ഭയങ്കര ശല്യമാണ് എ സി. എനിക്ക് തണുപ്പ് അത്ര ഇഷ്ടമല്ല. ചൂട് ഞാൻ അത്ര വേണമെങ്കിലും സഹിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ട് വീടിൻ്റെ ആണോ എന്താ എനിക്കറിയില്ല, ഭയങ്കര ഇന്നലെയൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ വേർത്തൊഴുകാണ്. ഇന്നലെയൊക്കെ ഞാനിങ്ങനെ കുടുകുട്ടാ വേർത്തൊഴുകുകയായിരുന്നു. നോമ്പ് തുറന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ ഫുൾ ഭയങ്കര പരിവേശമൊക്കെ എടുക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ അധികം പണിയില്ലാത്തതുകൊണ്ട് ഞാൻ വൈകിയാണ് കിച്ചണിൽ കയറിയത്. പക്ഷെ എന്നിട്ടും എനിക്ക് ചൂടെടുക്കുന്നുണ്ട് ഗൈസ് നല്ലോണം. ഫാൻ ഉണ്ട് ഇവിടെ ആക്ച്വലി. പക്ഷേ ഈ ഫാൻ ഇട്ടാൽ ഇപ്പം തന്നെ ഓഫ് ചെയ്യണം. ഇതിനി അടുപ്പത്തേക്ക് കയറ്റുമ്പോൾ ഇതിപ്പോൾ തന്നെ ഓഫ് ചെയ്യണ്ടേ. അപ്പോൾ ഈ ഓണാക്കി ഓഫ് ചെയ്ത് കളിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഈ ക്യാരറ്റിൻ്റെ ഈ ടിപ്പ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഈ ടിപ്പിൻ്റെ ഈ ഭാഗം അതെല്ലാത്തിൻ്റെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കഴുകി, ഞാൻ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കഴുകുക. പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഈ കുക്കറിലേക്ക് ഇടണം. ഓക്കെ, ഞാനത് കഴുകട്ടെ. കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിനുള്ള സാധനം ഇവിടെ ഉണ്ടോ നോക്കട്ടെ ആദ്യം. ഉണ്ട്. പാല് എന്താ ചിലപ്പോൾ ഞാൻ ഇപ്പം ഇല്ലെങ്കിലേ മേടിച്ചുകൊണ്ട് വരാൻ പറയണം. അപ്പോൾ ചിലർ വെള്ളത്തിൽ വേവിക്കും. പക്ഷെ ക്യാരറ്റ് ജ്യൂസിനെ പാലിൽ വേവിച്ചാലൊരു വേറെ ഫ്ലേവറാണ്. അപ്പോൾ ഈ കുക്കറിലേക്ക് ഞാൻ ഇവിടെ വയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ കുക്കറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ക്യാരറ്റ് വേവണം എന്ന് തോന്നുന്ന ഒരളവിൽ പാലൊഴിച്ചാൽ മതി. ഇതൊരിക്കലും വേസ്റ്റ് ആവില്ല, കാരണം ഇങ്ങനെ തന്നെയാണ് നമ്മൾ മിക്സിയിലിട്ടായിട്ട് അടിക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് പാലൊഴിച്ചാലും വെള്ളം ഒഴിച്ചാലും ഒന്നും വേസ്റ്റ് ആവാൻ പോകുന്നില്ല. നിങ്ങളിഷ്ടമുള്ള അളവിന് നിങ്ങൾക്ക് ഫ്രഷായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഈ ക്യാരറ്റ് ഇങ്ങനെ കാണിച്ചാൽ കാണൂല, എന്നാലും ഏകദേശം ഈ ക്യാരറ്റ് ക്യാമറയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ പാലെല്ലാം ഒരു സൈഡിലേക്ക് പോകണം. എന്താ ഇപ്പം ഏകദേശം ക്യാരറ്റ് മുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഞാൻ പാൽ ഒഴിച്ചിരിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കുറച്ചേ ഇടണുള്ളൂ, കാരണം നോക്കിയിട്ട് ലാസ്റ്റ് പഞ്ചസാര ഇടാം. ഇപ്പം നമുക്ക് എന്തായാലും നോക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാനൊരു 3-4
സ്പൂൺ പഞ്ചസാര. ഇപ്പോൾ ഇതിന് വേണ്ടി മാത്രം ഞാൻ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഇടൂല. ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ചിലർക്ക് മധുരം കുറവ് മതി, എനിക്ക് മധുരം വേണം, അപ്പോൾ പിന്നെ അത് ലാസ്റ്റ് അൽക്കുൽ. ഇനി ഏലക്ക കുറച്ചൊരു 4 ഞാൻ എടുക്കുന്നുണ്ട്. കാരണം ക്യാരറ്റ് ജ്യൂസിൽ ഏലക്കയുടെ ഫ്ലേവർ ഹിറ്റ്സ് ഡിഫറെൻറ്റ്. ഇതേ ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് ഇടണം. യുനോ ആ ഏലക്കയുടെ ഉള്ളിലെ സീഡ്സ് എല്ലാം ഇതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ചതച്ചിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേവിക്കണം. നിങ്ങളെ കുക്കർ അനുസരിച്ച്, എൻ്റെ ചെറിയ കുക്കറാണ്, പിന്നെ ഈ കുക്കറിൽ പെട്ടെന്ന് വിസിൽ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും വെന്തൂന്ന്, പക്ഷെ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിപ്പം വെന്തുടഞ്ഞു പോയാലും നമുക്ക് അത്രയും നല്ലതാണ്. ഞാൻ ഈ കുക്കറിൽ ഒരു 10 വിസിൽ വരെ വെയിറ്റ് ചെയ്യും. നിങ്ങളെ കുക്കറിൻ്റെ ഒരു കണക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതാൽ മതി. ക്യാരറ്റ് ഇപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാനുള്ളതായതുകൊണ്ട് ഇങ്ങനെ വെന്തുടഞ്ഞു പോയാലും കുഴപ്പമില്ല. ജ്യൂസ് അടിക്കുക, മുട്ട ബജി ഉണ്ടാക്കുക, കടി കൊണ്ടുവരും, ഈന്തപ്പഴം ഉണ്ട്. പിന്നെ ആ സമയമാകുമ്പോൾ ചായ വെച്ചാൽ മതി. ഇപ്പം ഏകദേശം സമയം 4:50, 5 മണിയാവാറായി. വി ഹാവ് 1.5 hours സമയം, ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് മുട്ടയ്ക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട്, മുട്ടയുടെ ഉള്ളിലെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ 3 സവാള, ലൈറ്റ് ഉണ്ടോ? ഞാൻ ലൈറ്റ് ഇടട്ടെ. 3 സവാള, പച്ചമുളക് ഈ ഒരു സൈസിലുള്ള പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി, അതുകൊണ്ട് 4 അല്ലി വെളുത്തുള്ളി. ദിസ് ഇസ് മല്ലിയില, അത് പിന്നെ ലാസ്റ്റ് എടുക്കാം. ഇഞ്ചി വേണം, ഇഞ്ചി. ഓക്കെ, ഇത്ര ഐറ്റംസ് മതി നമ്മളെ മുട്ടയുടെ ഫില്ലിങ്ങിന്. അപ്പം മുട്ടയുടെ ഫില്ലിങ്ങിന് നമ്മളിപ്പോൾ പുഴുങ്ങിയ മുട്ടയുടെ ഉണ്ണിയും വേണം. കാരണം ഇത് ആക്ച്വലി ഈ മുട്ടയുടെ ഉണ്ണിയൊന്നും ഇഷ്ടമല്ലാത്ത മദേഴ്സിന് കുറച്ചൊരു എളുപ്പ ട്രിക്കാണിത്. മുട്ട ഉണ്ണി കഴിക്കൂലാത്ത പിള്ളേർക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് മുട്ട ഉണ്ണി കഴിക്കേണ്ടി വരും. സവാള കട്ട് ചെയ്ത് ഇതെല്ലാം കട്ട് ചെയ്ത് മസാലയ്ക്കുള്ളത് സെറ്റായിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ കുക്കറിൻ്റെ വിസിൽ കേട്ടോണ്ടിരിക്കേണ്ട വരും. ഞാൻ അരിയാനുള്ളതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. നമുക്ക് സവാള ഇടാം. ഓക്കെ, സവാള ഞാനിങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞത്. പിന്നെ അരിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മനസ്സ് മാറി. അതായത് എൻ്റെ 3 മുട്ടയ്ക്ക് 3 സവാള വേണ്ട തോന്നി. പിന്നെ 2 സവാള എടുത്തിട്ടുള്ളൂ. 2 സവാള കുനാന്ന് എരിഞ്ഞിട്ടുണ്ട്. ഉപ്പ്, ജീരകം എന്ന് വെച്ചാൽ വലിയ ജീരകം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ആക്ച്വലി വലിയ പണിയൊന്നുമില്ല. ഈ മസാല തണുക്കാൻ വെച്ചിട്ട് ഫില്ലിങ് ആക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ സംഭവം പോകാനുള്ളത് പാക്ക് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഇത് ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ആക്സിഡൻ്റൊക്കെ പറ്റി, കൈയൊക്കെ ബാൻഡേജ് ഇട്ടു. എന്താ ചെയ്യുക, കുടുംബജീവിതത്തിൻ്റെ ഒരു കഷ്ടപ്പാടുകൾ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ എല്ലാമായി. ഇനി വി ആർ പുട്ടിങ് സം മല്ലിയില. നൗ കുറച്ച് പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് പൊടികളാണ് കേട്ടോ മെയിനായിട്ടും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ചിട്ടാൽ മതി. ബിക്കോസ് ഓൾറെഡി വി ഹാവ് പച്ചമുളക് ആൻഡ് ഐ എം ഗോയിങ് ടു ആഡ് സം കുരുമുളക് പൊടി. ഒക്കെ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം. ഇതൊക്കെ ഓരോ മൂടാകും, ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് മുട്ട ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ തൊലി കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചു. ഇതിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, സോ വിൽ ഗെറ്റ് 6 pieces. ഇഫ് യു ടേക്ക് 3 മുട്ടാസ്, 3 eggs, we'll get 3 pieces of ബജി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞയില്ലേ, അത് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പൊടിച്ച്
ഇടും. ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്. അപ്പോൾ ഇപ്പോൾ ഈ മഞ്ഞ കഴിക്കാൻ എനിക്ക് പൊതുവേ മഞ്ഞ ഇഷ്ടമല്ല. അപ്പോൾ മഞ്ഞ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്, പ്രത്യേകിച്ച് കിഡ്സിനെ പറ്റിക്കാൻ പറ്റിയൊരു ഏർപ്പാടാണിത്. അപ്പോൾ അവർക്ക് ഇത് കഴിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യില്ല, മഞ്ഞ കഴിക്കുന്ന പോലെ ഫീൽ ചെയ്യില്ല. അപ്പോൾ മഞ്ഞ എടുത്തിട്ട് സൂക്ഷിച്ചെടുക്കണം, വെള്ള പൊട്ടരുത്. ഓക്കെ, നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെയും മഞ്ഞ എടുത്ത് ഇതുപോലെ പൊട്ടിച്ച് ഇടാം. ഇനി അത് നല്ലോണം മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ മസാല പരിപാടി. ചിലവരില്ലേ മറ്റേ തേങ്ങയും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും മിക്സ് ചെയ്തിട്ട് ഒരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയിട്ട് അത് മഞ്ഞയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഇടണവരുണ്ട് ചിലവർ. ഞാൻ ഇങ്ങനെ ഒരു മസാല കണ്ടുപിടിച്ചപ്പോൾ എൻ്റേതായ ഒരു രീതിയിലാക്കിയെന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ഉപ്പ് എനിക്ക് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാനൊരു ഏകദേശ അളവിനാണ് ഉപ്പിട്ടേക്കുന്നത്. തൽക്കാലം അത് മതി, കാരണം ബജിയാണല്ലോ. അപ്പോൾ ഇത് മുക്കി പൊരിക്കാൻ നമ്മൾ കടലമാവ് എടുക്കുമ്പോൾ അതിൽ ഓൾറെഡി എന്തായാലും കുറച്ച് ഉപ്പിനെ ചേർക്കും. അപ്പോൾ ഇതൊരു മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ചമ്മന്തി പോലെ ഒരു മിക്സ് പോലെ ആക്കിയെടുക്കുക. സോ വി നീഡ് 6 eggsന് പറ്റി കുറച്ച് മതി, കാരണം ഇതിൻ്റെ മുട്ടയുടെ കുഴി ചെറുതല്ലേ, കുറച്ചെടുത്താൽ മതിയല്ലോ. ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. നമ്മളെ ക്യാരറ്റ് കുട്ടൻ എന്തായെന്ന് നോക്കാം. എന്തോ ആവോ, കുറച്ചും കൂടെ വേവാം. എന്തത്ര ബുദ്ധിമുട്ട് വേവാൻ. സോ അത് വെന്താലും ജ്യൂസ് അടിച്ചാൽ മതി, അതിന് ഇനി മാത്രം സമയം വേണ്ട. അപ്പോൾ നമുക്ക് ഇനി അവിടെ കുറച്ച് പരിപാടി ഉണ്ട്, അത് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പരിപാടി ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഒരു കുന്ന് ഡ്രസ്സ് ഉണ്ട് ഗൈസ് മടക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം മടക്കി വെക്കണം. ഇതിൽ കുറച്ച് കൊണ്ടുപോകാനുള്ളതുണ്ട്, അതും എടുത്ത് വെക്കണം. കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫുള്ള് കുറേ ഡ്രസ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നത് നല്ലതല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ സമയം 5:30 ആയേ. 5:30 ഇപ്പം തന്നെ ആവൂലേ സമയം? 6 മണി. ഇനി ഒരു 6 മണിയാവുമ്പോൾ ബാക്കി കിച്ചണിൽ പരിപാടി ചെയ്താൽ മതി. അത്രയും നേരം എനിക്ക് ഇതെല്ലാം ഒന്നും മടക്കണ്ട. അപ്പം ഞാൻ മടക്കട്ടെ. ഓക്കെ, അടക്കിപ്പറക്കി വെച്ചു. കൊണ്ടുപോകാനുള്ളത് പാക്ക് ചെയ്തും വെച്ചു. ബാക്ക് ടു നമ്മളെ സ്നാക്സ് കലാപരിപാടികൾ ഗൈസ്. അപ്പോൾ നമ്മളെ മുട്ട ബജിക്കുള്ള മിക്സ് റെഡിയാക്കി. ഇതിൽ കടലമാവ്, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. കുറച്ച് കായപ്പൊടി, ഇത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടും. ലൂസാക്കരുത്. ഈ ഒരു തിക്നെസ് ഉണ്ടല്ലോ, കട്ടിയുമല്ല എന്നാൽ ഭയങ്കര ലൂസും അല്ല. ഈ ഒരു കനത്തി ചാടണം, ഭയങ്കര വെള്ളം പോലെ ചാടാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മളെ മാവിനെ എത്തിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട്. മുട്ട എടുക്കാം. മുട്ടയുടെ ഉള്ളിൽ ഈ കുഴിയുണ്ടോ, ആ കുഴിയിലേക്കാണ് നമുക്ക് ഈ ഫില്ലിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കാം. ഞാൻ കുറച്ച് അടുത്ത് വെക്കാം. ഇങ്ങനെ പരത്തി ഞെക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഫില്ലിങ് ഉള്ളിലിരുന്നോളൂ. എന്നിട്ട് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുട്ട എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, 2-3 പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ചിലപ്പോൾ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട്. അതുകൊണ്ട് എണ്ണ ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലും, ചൂടായി കഴിഞ്ഞാൽ ഞാൻ സോ നമ്മളെല്ലാം മിക്സ് ചെയ്ത് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഈ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്, ഐഫോണിൻ്റെ ഒരു ഗുണമാണല്ലോ അത്, സ്പേസ് കുറേ ഉള്ളതുകൊണ്ട് കട്ടായിപ്പോയി. അതാണ് നേരത്തെ പറഞ്ഞതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. മുട്ട പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും മുട്ട പൊട്ടിത്തെറിക്കാറുണ്ട്. ഇവിടെ ഒരു ഭൂകമ്പം വരെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുട്ട ബജി അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പം ഞാൻ തീ എന്തായാലും കുറച്ചിട്ടിട്ടുണ്ട്.
സോ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സാധനം എടുക്കുക, ഇങ്ങനെ വെക്കുക, അപ്പം തന്നെ മൂടി വെക്കുക. ഇപ്പം ഫ്ലെയിം കുറവാണ് കേട്ടോ, ഫ്ലെയിം കുറവിലിട്ടിട്ട് തന്നെ ചെയ്യാൻ പാടുള്ളൂ. റിസ്ക്കാണ് സംഭവം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒച്ച കേൾക്കാൻ പറ്റും. എന്തിൻ്റെ? പൊട്ടിത്തെറിക്കണേൻ്റെ കേട്ടാ. നിങ്ങൾക്കിത് സാധാ ഒച്ചല്ല വയസ്സ്. ആണിത് ഗൈസ്. എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഉണ്ടാക്കിയാലും എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കിയാലും ഏകദേശമൊക്കെ ഈ ഒരു അവസ്ഥയാണ്. മുട്ട പൊട്ടിത്തെറിക്കുന്നത് ഭയങ്കരമായിട്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിക്കുക, ചിലവരുണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ഹെൽപ്പ് അസ് ത്രൂ കമൻറ്റ്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റും ഏലക്ക, പഞ്ചസാര, പാല്, ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഞാൻ മിക്സിയിലേക്ക് തട്ടുകയാണ്. ഇതിൽ കുറച്ച് പാലും ഉണ്ട്, അപ്പോൾ നല്ലോണം അരഞ്ഞു കിട്ടും. അത് ഞാനിത് അരച്ചുകൊണ്ട്, അപ്പോൾ മിക്സിയിൽ നിന്ന് ഡയറക്റ്റ്ലി എടുത്തപ്പോൾ ഞാൻ അരഞ്ഞ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ അരയാനുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ബിക്കോസ് ഒന്നും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അളവിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാലൊഴിച്ച് കൊടുക്കാം, എന്നിട്ട് അരച്ചെടുക്കാം. കുറുകി അരക്കണമെങ്കിൽ കുറുകി അരയ്ക്കാൻ ഞാൻ കുറച്ച് കുറുകിയാണ് എടുത്തേക്കുന്നത്. പൊട്ടുന്ന സൗണ്ട് കേട്ട് പേടിക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സ്, കാഷ്യൂ ഫുള്ളായിട്ട് അരയണം എന്നില്ല കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാക്കി നോമ്പ് തുറക്കുമ്പോൾ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ റെഡിയായിട്ട് ഇറങ്ങി ആക്ച്വലി പോകാൻ വേണ്ടിയിട്ട് ഇപ്പം കാറിലാണുള്ളത്. നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഭയങ്കര ലൈറ്റ് കുറവ്. നോമ്പൊക്കെ തുറന്ന് സെക്കൻഡ് ഡേയിലായുള്ളൂ. നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ടാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് അധികം ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ഒരു യാത്ര വഴിയിലാണ്. അപ്പോൾ കാറിലായതുകൊണ്ടാണ് ലൈറ്റിങ് പ്രോപ്പർ അല്ലാത്തത്, ലൈറ്റ് കുറവ്. സോ ഇനിയിപ്പോൾ ഈ വ്ളോഗ് അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രാത്രി ഫുഡ് കഴിക്കുന്ന ഒരു ക്ലിപ്പ് മാത്രം ഞാൻ ഓർത്താൽ ഞാൻ വെക്കാം. ഞാൻ ഓർക്കണം എന്ന് നിർബന്ധമില്ല. ഞാൻ ഓർത്താൽ ഞാൻ ആ ക്ലിപ്പ് കൂടെ വെക്കാം. ഇല്ലെങ്കിൽ ഐ തിങ്ക് ദിസ് വ്ളോഗ് എൻഡ്സ് ഹിയർ. ഐ ഹോപ്പ്. ഇന്ന് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, ബിക്കോസ് നമുക്ക് കുറച്ചല്ലേ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികം വലിച്ചു നീട്ടി വ്ളോഗ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. സോ ലെറ്റ്സ് സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ഇനി എപ്പോഴാണ് ഒരു റമദാൻ വ്ളോഗ് എടുക്കാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. അത് നോക്കിയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, ബൈ.